നമ്മൾ ദിവസവും വാർത്തകളിൽ കാണുന്ന പല കാര്യങ്ങളും, അതായത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന വലിയ തീരുമാനങ്ങൾ, നയതന്ത്ര മാറ്റങ്ങൾ, എന്തിനേറെ പറയുന്നു ലോകത്ത് നടക്കുന്ന വലിയ യുദ്ധങ്ങൾ പോലും വെറുമൊരു യാദൃച്ഛികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വർഷങ്ങളായിട്ട് നമ്മുടെ കൺമുന്നിലൂടെ നടക്കുന്ന ചില നിഗൂഢ അജണ്ടകളുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എല്ലാം നന്നായി പോകുമെന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ. കാരണം ഈ പ്ലാൻ അവസാനിക്കുന്നത് ഒരുപക്ഷെ വലിയൊരു നാശത്തിലായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അമേരിക്കൻ ഗവൺമെന്റിന്റെ ഉള്ളറകളിൽ വരെ പേരുറപ്പിച്ച വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടനയെക്കുറിച്ചാണ്. ചബാദ് ലുബാവിച്ച് എന്നാണ് ഇവരുടെ പേര്. ഈ അടുത്ത കാലത്തായിട്ട് ടക്കർ കാൾസൺ, ടൈലർ ഒലിവേര, യങ് ടർക്കസ്, നിക് ഫ്യൂവൻസ് തുടങ്ങിയ അമേരിക്കയിലെ പ്രശസ്തരായിട്ടുള്ള പല രാഷ്ട്രീയ നിരീക്ഷകരും യൂട്യൂബർമാരും ഇവരെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇവർ അമേരിക്കൻ ഗവൺമെന്റിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത്? പണത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, അവർക്ക് ആവശ്യത്തിലധികം പണമുണ്ട്. വെറുതെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? അതുമല്ല, അതിന് വേറെയും ഒരുപാട് സാധാരണ ലോബികൾ അവിടെയുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ലോക രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ഇടപെടുന്നത്? ഇതിനു പിന്നിൽ ലോകാവസാനവുമായി ബന്ധപ്പെട്ട വളരെ ഭയപ്പെടുത്തുന്ന ഒരു രഹസ്യമുണ്ട്. അതേക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഈ സംഘടനയെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരാളെക്കുറിച്ച്, ഒരു സ്ഥലത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ബ്രൂക്ലിൻ എന്ന സ്ഥലത്തെ 77 ഈസ്റ്റേൺ പാർക്ക് വേ എന്നൊരു കെട്ടിടമുണ്ട്. പാർക്ക് സ്റ്റോപ്പിലുള്ള ഈ കെട്ടിടമാണ് ഇന്ന് ചബാദ് എന്ന ഈ വലിയ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം. തുടക്കത്തിൽ സമ്പന്നരായിട്ടുള്ള ജൂതന്മാർ താമസിക്കുന്ന സ്ഥലത്തെ ഇതൊരു സാധാരണ പള്ളി മാത്രമായിരുന്നു. എന്നാൽ 1950കളോടെ ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറാൻ തുടങ്ങി. ഇതിനൊക്കെ കാരണക്കാരൻ റബ്ബി ഷ്നീർസൺ എന്ന ഒരാളാണ്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ജൂത ആത്മീയ നേതാവായിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ അറിയാമായിരുന്ന അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് കടപിടിക്കുന്ന രീതിയിലുള്ള വലിയൊരു സാമ്രാജ്യമാണ് അദ്ദേഹം കെട്ടിപ്പടുത്തത്. ഷ്നീർസൺ വരുന്നതിന് മുമ്പ് ചബാദ് എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള മറ്റു സാധാരണ യാഥാസ്ഥിതിക മതസംഘടനകളെ പോലെ ഒന്നായിരുന്നു. എന്നാൽ ഷ്നീർസൺ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അദ്ദേഹത്തിന് വളരെ വലിയൊരു ദർശനമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ എല്ലാ ജൂത വിഭാഗങ്ങളും വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഒരിക്കൽ ഒരു മിശിഹ അഥവാ ഒരു രക്ഷകൻ വരുമെന്നും അതിനുശേഷം ആ രക്ഷകൻ ലോകം ഭരിക്കുമെന്നുമാണ്. അവർ ക്രിസ്ത്യാനികളെ പോലെ യേശുക്രിസ്തുവിനെ മിശിഹയായിട്ട് അംഗീകരിക്കുന്നില്ല. പകരം പുതിയൊരു രക്ഷകൻ വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഷ്നീർസൺ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ തീവ്രമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. മിശിഹ വരും എന്ന് കരുതി നമ്മൾ വെറുതെ കാത്തിരുന്നാൽ മതിയോ? നമ്മൾ തന്നെ മുൻകൈയെടുത്ത് മിശിഹയെ കൊണ്ടുവരാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടേ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ലോക രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ തീരുമാനിക്കുകയാണ്. ഈ മിശിഹ വരുന്ന കാലഘട്ടത്തെ അവര് ഗോല എന്നാണ് വിളിക്കുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ ലോകത്തെ മുഴുവൻ നന്നാക്കിയെടുക്കണം. ഇതിനെ തിക്നോലാം എന്നാണ് അവർ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ലോകം നന്നാക്കുക എന്ന് തന്നെയാണ് ഇതിനർത്ഥം. ലോകം നന്നാക്കുക എന്ന് പറയുമ്പോൾ വെറുതെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ പോരാ, മറിച്ച് രാഷ്ട്രീയമായിട്ട് ലോകത്തെ നിയന്ത്രിക്കണം എന്നതായിരുന്നു ഷ്നീർസന്റെ നിലപാടെന്ന് പറയുന്നത്. ലോക ഗവൺമെന്റുകളിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ലോകത്തെ മാറ്റിയെടുക്കാനും മിശിഹയെ കൊണ്ടുവരാനും സാധിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇതിനുവേണ്ടി അദ്ദേഹം ഷ്ലൂക്കീം എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നു. ഇതിനർത്ഥം തങ്ങളുടെ പ്രതിനിധികളെയും മിഷണറിമാരെയും ലോകത്തിന്റെ എല്ലാ മൂലകളിലേക്കും അയക്കുക എന്നതാണ്. 1950കളിൽ മൊറോക്കയിലാണ് ഇവര് ഇതൊരു ടെസ്റ്റായിട്ട് ആദ്യം ചെയ്തത്. അത് വിജയകരമായതോടെ 60കളിലും 70കളിലുമായിട്ട് അവർ ലോകം മുഴുവൻ തങ്ങളുടെ ആളുകളെ അയക്കാൻ തുടങ്ങി. ഇന്നും ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് ഇവരുടെ ഓഫീസുകൾ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ പോലും ജൂതന്മാർ തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇവരുടെ ഓഫീസുകളുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന ഈ പ്രതിനിധികളാണ് അവിടുത്തെ ഏക ജൂതന്മാർ. അതിർത്തികളോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളോ ഇവരെ ബാധിക്കാറില്ല. ഉദാഹരണത്തിന് റഷ്യയും ഉക്രൈനും തമ്മിൽ വലിയ യുദ്ധം നടക്കുമ്പോഴും റഷ്യയിലെ പ്രധാന ചബാദ് റബിയുടെയും യുക്രൈനിലെ പ്രധാന ചബാദ് റബിയുടെയും മക്കൾ തമ്മിലാണ് വിവാഹം കഴിച്ചത്. ഇതിൽ നിന്നും തന്ത്രപരമായിട്ട് അവർ എങ്ങനെയാണ് ബന്ധങ്ങൾ നിലനിർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് രാജ്യങ്ങളുടെ അതിർത്തികളല്ല പ്രധാനം, മറിച്ച് അധികാരത്തോടുള്ള സാമീപ്യം. അമേരിക്കൻ ഗവൺമെന്റിൽ ഇവർ എങ്ങനെയാണ് ഇത്ര വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുത്തത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട്. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലെ അമേരിക്കൻ ഫ്രണ്ട്സ് ഓഫ് ലുബാവിച്ച് എന്നൊരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ഇതാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഇവരുടെ പ്രധാന കണ്ണികൾ.
റബ്ബി അബ്രഹാം ഷെംടോവ് എന്ന വ്യക്തിയായിരുന്നു ആദ്യം ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. ഇപ്പോഴും വാഷിംഗ്ടണിൽ ഇവരുടെ വലിയൊരു സ്വാധീനമുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇവർ ഒരു പ്രത്യേക പാർട്ടിയെ മാത്രം പിന്തുണക്കുന്നവരല്ല. അതായത് അവർ തികച്ചും നോൺ പാർട്ടിസൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയോടും റിപ്പബ്ലിക്കൻ പാർട്ടിയോടും അവർ ഒരേപോലെ അടുപ്പം കാണിക്കുന്നു. ജിമ്മി കാർട്ടറുടെ കാലം മുതൽ അമേരിക്ക ഭരിച്ച എല്ലാ പ്രസിഡന്റുമാരുമായും ഇവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പല പ്രസിഡന്റുമാരും ഇവരെ ഓവൽ ഓഫീസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തങ്ങളുടെ വീടുകളിൽ ഇവരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. റബ്ബി ഷ്നീർസൺ സ്വന്തം ജീവിതകാലത്ത് പല അമേരിക്കൻ പ്രസിഡന്റുമാരുമായും സെനറ്റർമാരുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അമേരിക്കയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമായി ഒരു സ്വതന്ത്ര ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ തുടങ്ങണമെന്ന് അമേരിക്കൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ കാരണമാണ് ശരിക്കും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടായത് തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. പക്ഷേ ഇതാണ് സത്യമെന്ന് പറയുന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങളിലും കുടുംബ മൂല്യങ്ങളിലും പ്രത്യേകിച്ച് ഇസ്രായേലിലെ സുരക്ഷയുടെ കാര്യത്തിലുമാണ് അദ്ദേഹം എപ്പോഴും അമേരിക്കൻ നേതാക്കളുമായി സംസാരിച്ചിരുന്നത്. ഇസ്രായേലിലെ ഇന്നത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെറുപ്പത്തിൽ റബ്ബി ഷ്നീർസറുമായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുന്ന വീഡിയോകൾ ഇന്നും ലഭ്യമാണ്. അമേരിക്കൻ ഗവൺമെന്റിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് തങ്ങളുടെ തന്ത്രങ്ങൾ മെനയാനുമുള്ള ഒരു ലിസണിംഗ് പോസ്റ്റായിട്ടാണ് ഇവർ വാഷിംഗ്ടൺ DC-യിലെ തങ്ങളുടെ സ്വാധീനത്തെ ഉപയോഗിക്കുന്നത്. എന്തിനാണ് അവർ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു പിന്നിൽ അവരുടെ മതപരമായിട്ടുള്ള ചില നിയമങ്ങൾ അമേരിക്കൻ ജനതയിൽ അടിച്ചേൽപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനെ നോ ഹൈഡ് നിയമങ്ങൾ എന്ന് വിളിക്കുന്നു. അടിസ്ഥാനപരമായി ഇതൊരു തരം ഡയറ്റ് ക്രിസ്ത്യാനിറ്റി പോലെയാണ്. അതായത് യേശു ക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ സിസ്റ്റം. ഇവര് ക്രിസ്തു മതത്തെയും അവരുടെ ത്രികേയ വിശ്വാസത്തെയും ഒക്കെ ഒരു തരം വിഗ്രഹാരാധനയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം വരുമ്പോൾ ക്രിസ്തുമതം ഇതേ രീതിയിൽ തുടരാൻ പാടില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. തൽമൂദ്, കബാല തുടങ്ങിയ അവരുടെ പ്രാചീന നിഗൂഢ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ നോ ഹൈഡ് നിയമങ്ങൾ അവർ എടുത്തത്. എന്നാൽ അമേരിക്കൻ ഗവൺമെന്റിന് മുന്നിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ ഇതിലെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സമർത്ഥമായിട്ട് മാറ്റിവെച്ച് വളരെ സാധാരണമായിട്ടുള്ള എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ചില മതേതര ധാർമ്മിക മൂല്യങ്ങളായിട്ടാണ് അവരിതിനെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ നേതാക്കൾക്ക് ഇത് വളരെ വേഗം സ്വീകാര്യമായി. 1978 പ്രസിഡന്റ് ജിമ്മി കാർട്ടർ റബ്ബി ഷ്നീർസറിന്റെ ജന്മദിനം എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം തന്റെ പ്രഖ്യാപനത്തിൽ നേരിട്ട് ഈ 7 നോ ഹൈഡ് നിയമങ്ങളെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. മതം നോക്കാതെ ലോകത്തുള്ള എല്ലാവരും പിന്തുടരേണ്ട വളരെ വലിയൊരു ധാർമ്മിക നിയമമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. റബ്ബി ഷ്നീർസറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമായിരുന്നു. അമേരിക്കയെ പോലെ ഒരു വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് തങ്ങളുടെ നിയമങ്ങളെ പരസ്യമായിട്ട് അംഗീകരിച്ചത് ലോകം മുഴുവൻ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ക്രിസ്തുമതം ഉൾപ്പെടെയുള്ള മറ്റു മതങ്ങളെ ഇല്ലാതാക്കാനുമുള്ള വലിയൊരു അവസരമായിട്ട് അദ്ദേഹം കണ്ടു. ഇതൊക്കെ ചെയ്യാനേ ഇവർക്ക് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഇവർക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും ഏകദേശം $1 ബില്യൺ വരുമാനം ഈ സംഘടനയ്ക്കുണ്ട്. ബ്രൂക്ക്ഡിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഭൂമിയും കെട്ടിടങ്ങളും ഇവർക്കുണ്ട്. തങ്ങളുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അടുത്ത കാലത്ത് ലോസ് ഏഞ്ചലസിൽ $100 മില്യൺ വിലമതിക്കുന്ന ഒരു വസ്തുവാണ് ഒരാൾ ഇവർക്ക് സംഭാവനയായിട്ട് നൽകിയത്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പ്രധാനമായിട്ടും നടക്കുന്നത് MIDF അഥവാ മക്കിനെ ഇസ്രായേൽ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന വലിയൊരു അക്കൗണ്ടിലൂടെയാണ്. മക്കിനെ എന്നാൽ സൈന്യം എന്നാണ് അർത്ഥം. അതായത് ഇസ്രായേലിലെ സൈനിക ഫണ്ട് എന്ന് തന്നെ നമുക്കിതിനെ പറയാം. 1984 ഷ്നീർസൺ തന്നെയാണ് ഈ ഫണ്ട് രൂപീകരിച്ചത്. ഈ വലിയ വാർ ചെസ് അഥവാ യുദ്ധ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവർ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ പ്രതിനിധികൾക്ക് പണം എത്തിക്കുന്നതും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും. രാഷ്ട്രീയക്കാർക്ക് ഫണ്ട് നൽകാനും ബില്യൺ കണക്കിന് ഡോളറുകളുടെ ആന്റിസെമിറ്റിസം ഗ്രാൻഡുകൾ ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാനും ഈ പണം അവരെ സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇവരുടെ പ്രതിനിധികൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും സാമ്പത്തികമായിട്ട് ഇവർ ഒരൊറ്റ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ഇവര് ഇസ്രായേലിന് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിലും സാധാരണ നമ്മൾ കാണുന്ന ഇസ്രായേൽ ലോബികളെ പോലെയല്ല ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് ഇസ്രായേൽ എന്ന രാജ്യത്തോട് അന്ധമായിട്ടുള്ള സ്നേഹമൊന്നുമില്ല. സത്യത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ തങ്ങളുടെ വലിയൊരു രാഷ്ട്രീയ മത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള വെറുമൊരു വാഹനം മാത്രമായിട്ടാണ് അവർ കാണുന്നത്. ഈ പറഞ്ഞ രക്ഷകൻ അഥവാ മിശിഹ വരണമെങ്കിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നടക്കേണ്ടതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഒന്നാമത്തേത് ബൈബിളിൽ പറയുന്ന ഇസ്രായേൽ ഭൂമി മുഴുവനായിട്ടും പിടിച്ചെടുക്കുക.
ഇന്നത്തെ ഇസ്രായേലിന്റെ അതിർത്തികൾക്കപ്പുറം ഈജിപ്തിന്റെ ഭാഗമായിട്ടുള്ള സീനായ് പർവ്വതം ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളുടെയും ഭൂമി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിന് ഇവർ ഇത്രയധികം താല്പര്യം കാണിക്കാൻ പ്രധാന കാരണം. ഇറാനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന്റെ മുഴുവൻ ആധിപത്യം സ്ഥാപിക്കാൻ ഇസ്രായേലിന് കഴിയും. രണ്ടാമത്തെ കാര്യം, ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പള്ളിയായിട്ടുള്ള അൽ അക്സ പള്ളി തകർത്ത് അവിടെ തങ്ങളുടെ പുതിയ ടെമ്പിൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ലോകമെമ്പാടുമുള്ള ജൂതന്മാരെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും അവരെ ഈ ശബാത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ അവരുടെ മിശിഹ വരികയുള്ളൂ എന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരായിരിക്കും ലോകം ഭരിക്കുന്നത് എന്നുമാണ് ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇതൊരു തരം ഭയപ്പെടുത്തുന്ന ലോകാവസാന വിശ്വാസമാണ്. മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന ലോകാവസാന സമയത്ത് വരുന്ന ആന്റി ക്രൈസ്റ്റ് അഥവാ ദജ്ജാലിനെയാണ് ഇവര് മിശിഹ എന്ന് വിളിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്ലാൻ ഇത്രത്തോളം അപകടകരമാണ് എന്ന് നമുക്ക് മനസ്സിലാകുക. എബ്രഹാം അക്കോർഡ് പോലെയുള്ള പല വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിലും ഇവരുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യർ മരിക്കുന്നതിലോ അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നതിലോ അവർക്ക് യാതൊരു വിഷമവുമില്ല. കാരണം അത് അവരുടെ അവസാനത്തെ കളിയാണ്. എങ്ങനെയെങ്കിലും തങ്ങളുടെ ലക്ഷ്യം നേടുക എന്നത് മാത്രമാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഭരണകാലത്ത് ഇവരുടെ സ്വാധീനം വളരെ വലുതാണ്. ട്രംപിന് ഇവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ജാരഡ് കുഷ്ണർ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹവും ഈ ചബാദ് പ്രസ്ഥാനവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. വാഷിംഗ്ടൺ DC-യിലെ ചബാദിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത് അബ്രഹാം ഷെംടോവിന്റെ മകനായിട്ടുള്ള റബ്ബി ലവി ഷെംടോ ആണ്. 90-കൾ മുതൽ അദ്ദേഹം അവിടെ ഉണ്ടെങ്കിലും ട്രംപിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ വലിയ അധികാരങ്ങൾ ലഭിക്കുന്നത്. ക്യാപിറ്റോൾ ഹില്ലിലെ റബ്ബി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അമേരിക്കൻ ഗവൺമെന്റിന്റെ പല ഉന്നതതല മീറ്റിങ്ങുകളിലും ഇവർ പങ്കെടുക്കാറുണ്ട്. 2026 തുടക്കത്തിൽ ട്രംപും അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ജാരഡ് കുഷ്ണർ, സ്റ്റീഫൻ മില്ലർ, ഹൊവാർഡ് ലുഡ്നിക്, ലീ സെൽഡിൻ എന്നിവർ തമ്മിൽ നടന്ന ഓവൽ ഓഫീസ് മീറ്റിംഗിൽ ഈ റബ്ബിയും ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അമേരിക്കൻ ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴും വിദേശ നയങ്ങൾ തീരുമാനിക്കുമ്പോഴും അതിൽ തൽമൂദിന്റെയും തോറയുടെയും കാഴ്ചപ്പാടുകൾ എന്താണെന്ന് ഉപദേശം നൽകിയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി. ഒരു ഒഫീഷ്യൽ പദവിയില്ലാതെ തന്നെ ഗവൺമെന്റിന്റെ രഹസ്യ സുരക്ഷാ വിവരങ്ങൾ അറിയാനും ഉന്നത രാഷ്ട്രീയക്കാരുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ഇത് അവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അവരൊരിക്കലും പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെയോ പിന്തുണയ്ക്കുകയോ വിമർശിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ്. വളരെ നിശബ്ദമായിട്ടുള്ള ഒരു തരം ഡിപ്ലോമസിയാണ് അവരെ പിന്തുടരുന്നത്. ഇതിലൂടെ മിഡിൽ ഈസ്റ്റിലെ അവരുടെ മതപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ അവർക്ക് അമേരിക്കൻ ഗവൺമെന്റിനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇറാനെതിരെയുള്ള ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിലും ഇവർ തന്നെയാണ് ഉള്ളത്. റബ്ബി ഷ്നീർസൺ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമുണ്ട്: നമ്മൾ പ്രവാസത്തിന്റെ അവസാന തലമുറയും രക്ഷയുടെ ആദ്യ തലമുറയുമാണ്. അതായത് ജൂതന്മാർ അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞ് ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായി. ഇനി മിശിഹ വരാനുള്ള സമയമാണ്. ഈ കാലഘട്ടത്തെ ഇവര് ഇക്കോട്ട് മഷിയാഖ് അഥവാ മിശിഹയുടെ കാൽച്ചുവടുകൾ എന്നാണ് വിളിക്കുന്നത്. മുമ്പൊക്കെ മിശിഹ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നതെങ്കിൽ ഇനി കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതൊരു ഗെയിം ടൈമാണ് അവർക്ക്. ഇതിനുവേണ്ടി ഏത് വലിയ യുദ്ധം നടത്താനും അവർ തയ്യാറാണ്. 1991 തന്റെ മരണത്തിന് 3 വർഷം മുമ്പ് സദ്ദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുമെന്ന് ഗവൺമെന്റിനോട് നിരന്തരം ആവശ്യപ്പെട്ടത് റബ്ബി ഷ്നീർസൺ ആയിരുന്നു. ഇന്നവർ അമേരിക്കയെ ഉപയോഗിച്ചിട്ട് ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നതും ഇതേ ലക്ഷ്യത്തോട് തന്നെയാണ്. ഇന്ന് അമേരിക്കൻ വിദേശകാര്യ നയങ്ങൾ തീരുമാനിക്കുന്നത് പണ്ടത്തെ പോലെ സാധാരണക്കാരായിട്ടുള്ള എലൈറ്റുകളോ വിദ്യാസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരോ ഒന്നുമല്ല. മറിച്ച് വലിയ തോതിൽ പണമുള്ള, ലോകത്തെ മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാക്കണം എന്ന് വിശ്വസിക്കുന്ന ആധിപത്യ സ്വഭാവമുള്ള ഈ ഒരു പ്രത്യേക സംഘമാണ്. തങ്ങളുടെ ലക്ഷ്യം നേടാൻ എത്ര മനുഷ്യർ മരിച്ചാലും അവർക്കത് പ്രശ്നമല്ല. കാരണം ഇതവരുടെ ദൈവവിശ്വാസത്തിന്റെ ഭാഗമാണ്. ട്രംപ് പോലും തെരഞ്ഞെടുപ്പിന് മുമ്പ് റബ്ബി ഷ്നീർസന്റെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. ചിലരെങ്കിലും വിശ്വസിക്കുന്നത് മരിച്ചുപോയിട്ടുള്ള ഷ്നീർസൻ തന്നെയാണ് തിരികെ വരാൻ പോകുന്ന ആ മിശിഹ എന്നാണ്. അത്രത്തോളം തീവ്രമാണ് ഇവരുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. മോർമൻസിനെ പോലെയുള്ള മറ്റു പല മതവിഭാഗങ്ങളും ഗവൺമെന്റിൽ ഉണ്ടെങ്കിലും അവർ ആരും തന്നെ അമേരിക്കയെ കൊണ്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വലിയ വ്യത്യാസം എന്ന് പറയുന്നത്.
ഇന്ന് ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗവൺമെന്റുകളെ നിയന്ത്രിച്ചുകൊണ്ട് തങ്ങളുടെ മതപരമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വളരെ ശക്തരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ആരും കാണാതെ പോകുന്ന ഒരു സത്യമാണ്. ഒരു കാര്യം ഓർക്കണം, ലോകത്തുള്ള എല്ലാ ജൂതന്മാരും ഇവരുടെ ഈ വിശ്വാസങ്ങൾ പങ്കുവെക്കുന്നവരല്ല. പലർക്കും ഇതേക്കുറിച്ച് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ വളരെ കുറഞ്ഞ അംഗസംഖ്യയുള്ള ഈ വിഭാഗം വലിയ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഇടത് വലത് രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മതങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് ലോക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അമേരിക്കയെ പോലൊരു രാജ്യത്തെ ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിൽ അവർ വലിയ യുദ്ധങ്ങൾക്ക് പദ്ധതിയിടുമ്പോൾ അത് നമ്മൾ ഓരോരുത്തരെയും ബാധിക്കും. പുതിയ തലമുറയ്ക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. നമ്മൾ കാണുന്നതെല്ലാം വെറും നാടകങ്ങൾ മാത്രമാണ് എന്നും യഥാർത്ഥ കളിക്കാര് തിരശ്ശീലയ്ക്ക് പിന്നിലാണോ എന്നുമുള്ള ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ വലിയ ദുരന്തങ്ങളായിരിക്കും. ലോകം നിയന്ത്രിക്കുന്നത് ആരെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ അജണ്ടകൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ.